ജിന്നിന്റെ കല്യാണത്തിന് ഒരു സിംഗർ പാട്ട് പാടാൻ പോയെന്നുള്ളൊരു ടൈറ്റിൽ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് ഫേക്ക് സ്റ്റോറി ആയിരിക്കുന്നു. ലൈക്ക് നമ്മൾ ഉണ്ടാക്കി എഴുതുന്ന കഥയായിരിക്കുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി ആൻഡ് ഇറ്റ്സ് സ്കാരി. ഇത് കുവൈറ്റിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. ഇതിനെ കുറിച്ച് ഒരു പോലീസ് റിപ്പോർട്ട് വരെ ഉണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടുത്തെ ആൾക്കാര് കുറെ നാള് പേടിച്ചിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത്. നമ്മുടെ ഈ സംഭവത്തിലത്തെ സിംഗറിന്റെ പേര് നോറ എന്നാണ്. പക്ഷെ പുള്ളിക്കാരി പാട്ട് പാടുന്ന തന്നെ നിർത്തിവെച്ചേക്കാം. അതിന്റെ കാരണമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് 1997 ആ ടൈമില് നോറ ഭയങ്കര ഫേമസ് ആയിരുന്നു ആളുടെ പാട്ട് കാരണം. എന്നിട്ട് ഒരുപാട് ഫംഗ്ഷനിലേക്കും കല്യാണത്തിനും ഒക്കെ ഈ നോറയ്ക്ക് ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു പാട്ടിന്റെ. അപ്പോ ഇവരെല്ലാരും കൂടി ഓരോ ഓരോ ഫംഗ്ഷൻസിനൊക്കെ പാടാനും കാര്യങ്ങൾക്കൊക്കെ പോവായിരുന്നു. അങ്ങനെ ഒരു വേനൽക്കാലത്ത് നോറ ഒരു വെഡ്ഡിങ്ങിന്റെ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അവരുടെ ലാൻഡ് ലൈനിലേക്ക് ഒരു കോള് വരുന്നത്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു മാൻ ആയിരുന്നു. പുള്ളി സംസാരിച്ചത് ഈ ക്ലാസിക് അറബിക് ലാംഗ്വേജ്, അതായത് ഈ അറബിയിലെ പഴയ കാലത്തെ ലാംഗ്വേജിലാണ് പുള്ളി സംസാരിച്ചത്. അവരുടെ ആ കാലത്താണെങ്കിൽ പോലും അത്രയ്ക്കും അച്ചടി ഭാഷ ആരും സംസാരിക്കില്ല. അതും ആ കാലത്ത് അങ്ങനെ സംസാരിക്കാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. നമ്മളിപ്പോ നോർമൽ ആയിട്ടാ മലയാളം സംസാരിക്കുന്നത്. നമ്മൾ ഈ അച്ചടി ഭാഷ പോലെ പറയുകയാണെങ്കിൽ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും, ഇത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ. അപ്പോ ഈ പുള്ളിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോ നോറയ്ക്കും അത് തന്നെയാന്ന് തോന്നിയത്. ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇയാൾ ഏത് കാലത്തുനിന്ന് വന്നതാന്നൊക്കെ. അയാള് അത്രയും പഴയ അറബിക്കാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നോറ അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് അറബി എവിടുന്ന പഠിച്ചെന്ന്. അപ്പൊ പുള്ളി മറുപടി കൊടുക്കും, ഇത് ഞാൻ പഠിച്ചതല്ല, എനിക്ക് ഇത് അറിയാം. അങ്ങനെ അയാൾക്ക് ആ ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ടാവാം, അല്ലെങ്കിൽ പണ്ടേ പഠിച്ചു വന്നതാവാം എന്ന് വിചാരിച്ചിട്ട് നോറ ആ കാര്യം വിട്ടു. അയാൾ വിളിച്ചത് നോറേനെയും നോറയുടെ ബാൻഡിനെയും അയാളുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാനാണ്. ഡേറ്റ് നോക്കിയപ്പോൾ നോറ ആ ഡേറ്റിന് ഫ്രീ ആയിരുന്നു. നോറ അങ്ങനെ ഈ ഒരു സംഭവത്തിന് സമ്മതിച്ചു. പിന്നെ അവര് ഈ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നോറ ഷോക്ക് ആവുന്ന തരത്തിലുള്ള പൈസയായിരുന്നു അവർ ഓഫർ ചെയ്തത്. നോറ ഇതുവരെ പാടിയ കല്യാണങ്ങൾക്കൊക്കെ കിട്ടിയതിനേക്കാളും 10 ഇരട്ടി പൈസയാണ് ആ മനുഷ്യൻ നോറയ്ക്ക് ഓഫർ ചെയ്തത്. ഇത് കേട്ടിട്ട് നോറ ഞെട്ടും. ഇത്രയും വലിയ പൈസ, ചിലപ്പോൾ ഇയാൾ കോടീശ്വരനായിരിക്കും. അങ്ങനെ നോറ ആ പരിപാടി ഏറ്റെടുത്തു. നെക്സ്റ്റ് അയാൾ ചെയ്തത് അയാളുടെ അഡ്രസ് അയച്ചു കൊടുത്തു. മെയിൻ സിറ്റിയിൽ നിന്ന് കുറെ മാറി ഒരു 20-30 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരുന്നു ലൊക്കേഷൻ. സിറ്റി കഴിയുന്ന സ്ഥലത്ത് ഒരു വലിയ വാട്ടർ ടവർ ഉണ്ടെന്നും അവിടെ എത്തിയ അവരവരുടെ ഡ്രൈവറെ അയച്ച് കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞു. നോറ കൂടുതലൊന്നും ആലോചിക്കാൻ പോയില്ല, എല്ലാം സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ നോറയ്ക്ക് ഒരു കവർ കിട്ടി. അതില് ആ പുള്ളി ഓഫർ ചെയ്ത പൈസ മുഴുവനും ഉണ്ടായിരുന്നു. അതായത് ഈ പരിപാടിക്ക് മുന്നേ അയാൾ ഫുൾ പേയ്മെന്റ് നടത്തി. അങ്ങനെ അടുത്ത 2-3 ആഴ്ച നോറയും ആളുടെ ഗ്രൂപ്പും ഭയങ്കര പ്രാക്ടീസിലായിരുന്നു. അവർ കുറെ പാട്ടുകൾ നോക്കി വെച്ചു, കുറെ പ്രാക്ടീസ് ചെയ്തു. അവർ സാധാരണ കല്യാണത്തിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോറയും ബാൻഡും ചെയ്തു. നോറയുടെ ബാൻഡിലുള്ളവർ ഇവരൊക്കെ ആയിരുന്നു. ആ മറ്റേ ഗിറ്റാറിനെ പോലെ ഒരു സാധനം ഇല്ലേ, അത് വായിക്കുന്ന ലേല, ഡ്രംസിന് മറിയം, ബാക്കപ്പ് പാട്ടുകാരി ഫാത്തിമ സൈറ, പിന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യുന്ന അസ്ലമും. ഇവര് 7 വർഷമായിട്ട് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവര് പെർഫോം ചെയ്യാനുള്ള ദിവസമെത്തി. അവര് സാധനങ്ങളൊക്കെ എടുത്ത് അവര് പറഞ്ഞ ആ മറ്റേ വാട്ടർ ടവറിന്റെ അവിടെ എത്തി. അവിടെ അവർക്ക് വേണ്ടി 2 വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വണ്ടിയിൽ കയറ്റി അവരും വണ്ടിയിൽ കയറി. അങ്ങനെ ഈ വണ്ടി പതുക്കെ മരുഭൂമിയിലേക്ക് എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പതിയെ പതിയെ സിറ്റിയുടെ വെളിച്ചൊക്കെ അവിടെ ഇല്ലാണ്ടായി. രാത്രിയില് ആ ഒരു ചന്ദ്രന്റെ പ്രകാശത്തില് ഒരു മരുഭൂമിയുടെ നടുക്കായിരുന്നു അവര്. മുന്നിലും പിന്നിലും ഒന്നും കാണാനില്ല. ഒപ്പമുള്ള 2 വണ്ടികൾ മാത്രം കണ്ടുകൊണ്ട് അവര് യാത്ര ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അറബികളൊക്കെ ഇടുന്ന ഒരു വേഷത്തില് ഒരാളെ അവര് കണ്ടു. അയാൾ എന്നിട്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോ അവർ ചെന്നെത്തിയത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിന്റെ മുന്നിലായിരുന്നു. കുവൈറ്റില് നോറ കണ്ടിട്ടുള്ളതിനേക്കാൾ ഭയങ്കര വലുതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരം. ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച് വല്ലാണ്ട് അങ്ങ് ജ്വലിച്ച് നിൽക്കുന്ന ഒരു മാളിക.
സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറി ഇങ്ങനെ ഒരു മരുഭൂമിയില് ഇത്രയും ഭംഗിയുള്ള ഒരു കൊട്ടാരം ഉണ്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോറ ഡ്രൈവർമാരോട് നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോ നോറ ആകെ അമ്പരന്ന് പോയി. കാരണം അവര് വന്ന വണ്ടികളൊന്നും അവിടെ ഇല്ല. വെറും മരുഭൂമി മാത്രം. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ രണ്ട് വണ്ടിയും എങ്ങനെ അപ്രത്യക്ഷമായിന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് പണ്ടത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നത്. ആ സ്ത്രീ നോറയും ആളുടെ ഗ്രൂപ്പിനെയും അകത്തേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിന്റെ അകത്തൊക്കെ കയറിയപ്പോ നല്ലൊരു വിന്റേജ് ഫീൽ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു കാര്യം അവരെ വല്ലാതെ അലട്ടി. അവിടെ അടിച്ചിട്ടുള്ള ആ ഒരു അത്തറിന്റെ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആ സ്മെല്ല് ശരിക്കും തലയ്ക്ക് അടിച്ചു കയറുന്ന പോലത്തെ ഒരു മണമായിരുന്നു. അങ്ങനെ നടന്ന് അവര് പെർഫോം ചെയ്യേണ്ട സ്ഥലത്തെത്തി. കൊട്ടാരത്തിന്റെ നടുവിലായിട്ട് മുകൾ ഭാഗം ഓപ്പൺ ആയിട്ട് വലിയൊരു ഹാള്. മുകളിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാണാം. പിന്നെ അർദ്ധരാത്രി ആകുമ്പോ വരും, നിങ്ങൾ 10:30 കഴിയുമ്പോ പാടി തുടങ്ങിക്കോ എന്നും പറഞ്ഞ് അവരവിടെ കൊണ്ടുവിട്ട സ്ത്രീ തിരിച്ചുപോയി. തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി. ആർക്കൊന്നും ചോദിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. നോറയും ആളുടെ ഗ്രൂപ്പും സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് പെർഫോം ചെയ്യുമ്പോഴുണ്ട് ക്ലോത്ത്സ് ഒക്കെ മാറി. റെഡ് കളറിലുള്ള ഡ്രസ്സും മുഖത്ത് ബ്ലാക്ക് ഹിജാബും ആയിരുന്നു അവരുടെ വേഷം. രാത്രി 10 മണിയൊക്കെ ആയപ്പോ ഇവര് സൗണ്ട് സിസ്റ്റം ഓൺ ആക്കിയിട്ട് പാടി നോക്കി. പാടുമ്പോൾ ഭയങ്കരമായിട്ട് എക്കോ അടിക്കുന്നു. ഇത്രയും വലിയ കൊട്ടാരവും ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് ഈ ശബ്ദം ഇങ്ങനെ എക്കോ അടിക്കുന്നത് നോറയ്ക്ക് കുറച്ച് അസ്വാഭാവികമായിട്ട് തോന്നി. പക്ഷെ എന്നാലും അത് ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരത് പിന്നെയും അത് വിട്ട് കളയും. അങ്ങനെ 10:30 കഴിഞ്ഞതോടെ ഈ അതിഥികളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ തൊട്ടാണ് ഈ അന്തരീക്ഷത്തിന് ഒരു മാറ്റമൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഓരോരുത്തരും വരുന്നത് കണ്ട ഗ്ലിച്ച് ആവുന്നത് പോലെ ഇരിക്കും. അതായത് ഒരു സെക്കൻഡിൽ കാലിയായിട്ടുണ്ടായിരുന്ന സ്ഥലം അടുത്ത സെക്കൻഡിൽ ഓരോ ആളുകൾ വന്ന് ഫില്ലാവാണ്. ഒരാൾ പോലും നടന്നകത്തേക്ക് വരുന്നത് നോറയോ ആളുടെ ഗ്രൂപ്പോ കണ്ടിട്ടേ ഇല്ല. പെട്ടെന്ന് എല്ലാവരും അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരുന്നു. ഈ വന്നേക്കുന്നവരുടെ വേഷം എന്ന് പറയുമ്പോൾ സ്ത്രീകള് ട്രഡീഷണൽ ആയിട്ടുള്ള വേഷവും ഈ ആണുങ്ങള് ഈ മുസ്ലിംസ് ഇടുന്ന വൈറ്റ് കളറുള്ള ഒരു വേഷം. ഒരാള് ചെമറിന്റെ ഉള്ളിൽ കൂടെ വരുന്നു, പിന്നെ ഒരാള് ഒരു കോർണറിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നുണ്ടായില്ല. അവരുടെ ആ ഒരു അന്തരീക്ഷത്തില് പേടിപ്പെടുത്തുന്ന എന്തോ ഉണ്ടായിരുന്നു. വെറും 20 മിനിറ്റിനുള്ളിൽ ആ ഹാള് മുഴുവൻ ആളുകൾ കൊണ്ട് നിറഞ്ഞു. ഏകദേശം 300-ലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇതിലും വലിയ ക്രൗഡിന്റെ മുന്നിൽ നോറയും ഗ്രൂപ്പും പാടിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നോറ അങ്ങനെ ആളുടെ ബാൻഡിന് സിഗ്നൽ കൊടുത്തിട്ട് അവരൊരു വെൽക്കം സോങ് പാടി തുടങ്ങി. പാട്ട് തുടങ്ങിയതും അവിടെയുള്ള എല്ലാവരും ഭയങ്കര ആവേശത്തിലായി. അവര് ബഹളം വെക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ തുടങ്ങി. അതുവരെ ശാന്തമായിട്ടുണ്ടായിരുന്ന ആൾക്കൂട്ടം പെട്ടെന്ന് അതിഭയങ്കരായ എനർജിയിലേക്ക് മാറി. ഭയങ്കര എനർജിയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പക്ഷെ നോറയ്ക്ക് അവിടെ എന്തോ ഒന്നും ഒട്ടും നോർമൽ അല്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയമൊന്നും നോറയ്ക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ പതുക്കെ പതുക്കെ നോറ ഓരോ കാര്യങ്ങള് നോട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ളവര് ഡാൻസ് കളിക്കുന്ന രീതി ഒട്ടും നോർമൽ ആയിരുന്നില്ല. അവരുടെ ബോഡി മൂവ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ ഭയങ്കര അബ്നോർമൽ ആയിരുന്നു. അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ചലനങ്ങളൊക്കെ വിയേർഡ് ആയിരുന്നു കാണാൻ. അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരാൾ കൈ പൊക്കിയാൽ ബാക്കി 300 പേരും അതേ സമയം കൈ പൊക്കുന്നു. ചിലരുടെ കഴുത്തൊക്കെ അബ്നോർമൽ ആയിട്ട് തിരിയുന്നുണ്ട്. ചിലരുടെ കൈയൊക്കെ അനങ്ങുന്നത് കണ്ട അത് മനുഷ്യരുടെ ആണെന്ന് പോലും തോന്നില്ല. ആരോ റിമോട്ടൊക്കെ വെച്ചിട്ട് അവരുടെ മൂവ്മെന്റ്സ് നിയന്ത്രിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഒരു 11:30 ആയപ്പോഴേക്കും നോറയ്ക്ക് ഈ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാണ്ടായി. അവര് ശ്വാസം പോലും വിടാതെ പരസ്പരം സംസാരിക്കാതെ വെറും ഒരു യന്ത്രത്തിനെ പോലെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നു. ആ ഡാൻസിങ്ങിന്റെ പാറ്റേൺ കണ്ടപ്പോ തന്നെ നോറയുടെ തല പുകയാൻ തുടങ്ങി. അതിനിടയിൽ ചിലര് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഈ പാട്ടുകാർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് നോറയുടെ കയ്യിൽ കുറച്ച് പൈസ വെച്ചു കൊടുത്തു. അവരുടെ കയ്യില് ടച്ച് ആയതും നോറ ഞെട്ടിപ്പോയി. കാരണം ആ സ്ത്രീയുടെ കൈകള് ഒരു കത്തുന്ന തീക്കനല് പോലെ ചൂടായിരുന്നു.
അത്രയും കഠിനമായ ചൂട്. നോറ അത് പുറത്ത് കാണിച്ചില്ലെങ്കിലും ആള് വല്ലാതെ ഉള്ളിൽ പേടിച്ചു പോയായിരുന്നു. നോറ അപ്പൊ അവളുടെ കൂടെയുള്ള ബാക്കപ്പ് സിംഗറിനെ ഒന്ന് നോക്കി. അവരാകെ പേടിച്ച് അവരുടെ മുഖത്തെ ചോരയൊക്കെ വറ്റിപ്പോയ പോലത്തെ അവസ്ഥയായിരുന്നു. വായ തുറന്ന് കണ്ണുകൾ തള്ളി പിടിച്ചിരിക്കുന്ന മൈക്കൊക്കെ ഇങ്ങനെ വിറയ്ക്കായിരുന്നു. അങ്ങനെ നോറയ്ക്ക് മനസ്സിലായി തനിക്ക് മാത്രല്ല ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള, ഇവിടുത്തെ ഡേഞ്ചർ ആൾക്ക് മാത്രല്ല ഫീൽ ചെയ്തിട്ടുള്ള, ബാക്കി എല്ലാവർക്കും ഫീൽ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നോറ അവരോട് പറയും, റിയാക്ഷൻ ഒന്നും കൊടുക്കണ്ട, പാടിക്കൊണ്ടേയിരുന്നു എന്ന്. രാത്രി ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. സമയം അർദ്ധരാത്രിയായി. എന്നിട്ട് അവിടെയുള്ള ഒരാൾക്കും ഒരു തളർച്ചയോ ഇല്ല. അവര് ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതുവരെ ആ കല്യാണപ്പെണ്ണിനെ മാത്രം അവിടെ കണ്ടില്ല. സാധാരണ മനുഷ്യന്മാർക്ക് ഇത്രയും നേരം ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു തളർച്ച ഇല്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന്മാരാണെങ്കിൽ എപ്പോഴും അവർ തളർന്നു പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇവരാണെങ്കിൽ കൂടുതൽ വേഗതയിലും പിന്നെയും അപ്പോഴും ഒരേപോലെ ഇങ്ങനെ സിങ്ക് ചെയ്തുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 5-6 മണിക്കൂർ നിർത്താതെ പാടിക്കൊണ്ടിരിക്കുന്നോണ്ട് നോറയുടെ തൊണ്ട ആകെ ഇങ്ങനെ നീറി പുകയുന്നുണ്ടായിരുന്നു. വെള്ളം പോലും കുടിക്കാതെ അവർ പാടിക്കൊണ്ടിരുന്നു. ഡ്രംസ് വായിച്ചുകൊണ്ടിരിക്കുന്ന മറിയം ഒരു മെഷീനെ പോലെയായി മാറിയിട്ടുണ്ടായിരുന്നു. പേടി കാരണം മറിയത്തിന്റെ താടിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നോറയ്ക്ക് തോന്നി അവളുടെ താടി എപ്പോഴാണെങ്കിലും പൊട്ടിപ്പോവാന്ന്. പിന്നെ പെട്ടെന്ന് അവിടൊക്കെ ഇങ്ങനെ പുക നിറയാൻ തുടങ്ങി. പടക്കം പൊട്ടിച്ചതിന്റെ പുകയായിരിക്കും എന്നാണ് നോറ ആദ്യം വിചാരിച്ചത്. പക്ഷെ പുക ഇങ്ങനെ പതുക്കെ മാറി തുടങ്ങിയപ്പോ നോറ കണ്ട ആ കാഴ്ച അവര് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് അവര് പിന്നീട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ അതിഥികളുടെ കാല് പതുക്കെ മാറാൻ തുടങ്ങി. അവരുടെ കാലുകൾ മനുഷ്യന്മാരുടെ പോലെ ആയിരുന്നില്ല. ഈ ആടിന്റെയോ ചെമ്മരിയാടിന്റെയോ പോലത്തെ ഒക്കെ കാല്. ആ കുളമ്പുകൾ നിലത്തടിച്ചുകൊണ്ട് അവര് ഭ്രാന്തമായ രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് കൈകൾ ഉയർത്തി. അപ്പൊ ഈ വിരലുകള് അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നു. അവരുടെ നഖങ്ങള് ഈ മൃഗങ്ങളുടെ കൊമ്പുകൾ പോലെ ഇങ്ങനെ കൂർത്തിട്ടായിരുന്നു. പിന്നെയും പേടിപ്പെടുത്തുന്ന കാര്യം, ഇതൊക്കെ മാറിയെങ്കിലും അവരുടെ മുഖം മനുഷ്യന്മാരുടേത് പോലെ തന്നെയായിരുന്നു. മനുഷ്യന്റെ ചിരിയും ഭാവങ്ങളുള്ള മുഖം. പക്ഷെ ബോഡി പതുക്കെ പതുക്കെ ഭീകര രൂപമായിട്ട് മാറുന്നു. ഇത് കണ്ടതോടെ ബാക്കപ്പ് സിംഗറായ സാറയുടെ ശബ്ദം പാതി വഴിയിൽ നിലച്ചുപോയി. ആളാകെ മരവിച്ച് വായ തുറന്ന് അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവരുടെ മുഖമൊക്കെ പേടിച്ച് വിളറി ആകെ ചാര നിറത്തിലായിരുന്നു. അവിടെ നിൽക്കുന്നവരാരും മനുഷ്യരല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു അത്. സൗണ്ട് ബോർഡ് കൺട്രോൾ ചെയ്യുന്ന ഹസൻ എപ്പോഴാണെങ്കിലും ബോധം കെട്ട് വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുവാണ്. നോറ, ലൈല, മറിയം, ഫാത്തിമ ഇവര് മാത്രമായിരുന്നു അപ്പൊ പാടിക്കൊണ്ടിരുന്നത്. അത് അവരുടെ കഴിവ് കൊണ്ടൊന്നും ആയിരുന്നില്ല, അവരുടെ വർഷങ്ങളോളമുള്ള ശീലം കൊണ്ടായിരുന്നു. പേടിച്ചിട്ട് അവർ ആകെ ഇങ്ങനെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷെ താഴെ നിൽക്കുന്ന ആ അതിഥികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പാട്ടുകാര് പേടിക്കുന്നുണ്ടോ തളരുന്നുണ്ടോ എന്നൊന്നും അവര് നോക്കിയില്ല. പകരം അവര് കൂടുതൽ വേഗത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. നോറയുടെ തൊണ്ടയിടറി, കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച്, മേക്കപ്പ് ഒക്കെ ആകെ ഇങ്ങനെ പടർന്ന് നിൽക്കുക. ബാക്കിയുള്ളവര് ഇപ്പൊ മരിക്കും എന്നുള്ള പോലെ പേടിച്ച് പേടിച്ച് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക. ഓരോ പാട്ടും അവസാനിക്കാൻ ഓരോ യുഗം എടുക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അലറിക്കരയാനോ ബോധം കെട്ട് വീഴാനോ പാടില്ല എന്ന് നോറ സ്വയം അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ സമയം രാത്രി 3 മണിയായി. കൃത്യം 3 മണിയായതും ആ കൊട്ടാരത്തിലെ ലൈറ്റ് എല്ലാം ഒറ്റ സെക്കൻഡില് ഓഫായി. കണ്ണടച്ച് ഇരുട്ടാക്കിയ പോലത്തെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇരുട്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. ഡാൻസ് ഒക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു. അവിടെ അത്രയും ആളുകൾ നിന്നിട്ട് പോലും ഒരു ചെറിയ ഒരാൾ ശ്വാസം വിടുന്ന ശബ്ദം പോലും ആർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ അനങ്ങുന്ന ആ ഒരു ചെറിയ ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ നിശബ്ദതനെ കീറി മുറിച്ചുകൊണ്ട് ലൈല പറഞ്ഞു, യാ അല്ലാ. അതായത് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വാ പോവാന്നുള്ള ഒരു രീതിയിൽ യാ അല്ലാ എന്ന് പറയും. അതോടെ അവരവിടുന്ന് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. വിലപിടിപ്പുള്ളവരുടെ ഇൻസ്ട്രുമെന്റ്സും സൗണ്ട് സിസ്റ്റവും എല്ലാം അവിടെ ഉപേക്ഷിച്ചു. ഓടുന്നതിനിടയിൽ നോറയുടെ ചെരുപ്പ് കാർപ്പറ്റിൽ കുടുങ്ങിപ്പോയപ്പോ ആള് ആ ചെരുപ്പും കൂടെ അവിടെ ഊരിയിട്ടിട്ട് ഓടി. എത്ര ഓടിയിട്ട് ആ കൊട്ടാരം തീർന്നു പോവാത്തത് പോലെ അവർക്ക് തോന്നി. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് അവരെ കെതച്ചുകൊണ്ട് ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഫൈനലി അവർ കൊട്ടാരത്തിന് പുറത്തെത്തി. നേരത്തെ കണ്ട് പേടിച്ച ആ മരുഭൂമി കണ്ടപ്പോ അവർക്ക് ഫ്രീഡം കിട്ടിയത് പോലെയാണ് ഇപ്പൊ തോന്നിയത്. ദൂരെ കുവൈറ്റ് സിറ്റിയുടെ വെളിച്ചം കണ്ടപ്പോ അവർക്ക് വഴി മനസ്സിലായി.
വിറച്ചുകൊണ്ട് അവരെ വണ്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി. ഭാഗ്യത്തിന് അവരെ കൊണ്ടുവന്ന രണ്ട് വണ്ടികളും ഡ്രൈവർമാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആലോചിക്കാണ്ട് അവർ പെട്ടെന്ന് ആ വണ്ടിക്ക് കയറി. നോറയും ഗ്രൂപ്പും ആ ഡ്രൈവർമാരോട് ഞങ്ങളെ പെട്ടെന്ന് എവിടെ നിന്ന് കൊണ്ടുപോകാൻ അലറി വിളിച്ചുകൊണ്ട് പറയും. ഡ്രൈവർമാര് വണ്ടി എടുത്ത് അവര് കയറി വന്ന മറ്റേ വാട്ടർ ടവറിന്റെ അടുത്ത് കൊണ്ടുവിട്ടു. അവിടുത്തെ ആൾക്കാരെയും വിളിച്ചൊക്കെ കണ്ടപ്പോൾ മാത്രമാണ് അവര് സേഫായി എന്നൊരു ഫീലിംഗ് അവർക്ക് വന്നത്. അപ്പോഴേക്കും ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. ആ സൂര്യപ്രകാശം കണ്ടപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ധൈര്യം കിട്ടിയത്. അങ്ങനെ ഈ നോറയും ഗ്രൂപ്പും ഇങ്ങനെ മുഖാമുഖം നോക്കാണ്. എല്ലാവരുടെ കണ്ണുകളിലും ഈ മരണം കണ്ട പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം അവരവിടെ എന്താണ് കണ്ടതെന്നോ നടന്നതെന്നോ ഇതിനെ കുറിച്ചൊന്നും അവര് ഡിസ്കസ് ചെയ്തില്ല. എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നു. അടുത്ത ദിവസം നോറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. അവിടെ നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പോലീസ് അങ്ങനെ ആ കൊട്ടാരമുള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വിയേർഡായത്. നോറ ഒരു പോലീസ് ഓഫീസറിനെയും കൂട്ടിയിട്ട് ആ ഭാഗത്തേക്ക് പോയി. അവിടെ മറ്റേ വാട്ടർ ടവർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മരുഭൂമിയുടെ നടുക്കുണ്ടായിരുന്ന കൊട്ടാരം മാത്രം അവിടെ ഇല്ല. കഴിഞ്ഞ രാത്രി അവര് പോയി വന്ന വണ്ടിയുടെ ടയറിന്റെ പ്രിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൊട്ടാരമില്ല. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയും, നോറ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പാടി തളർന്നപ്പോ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. പക്ഷെ നോറയ്ക്ക് അത് തോന്നിയതായിരുന്നില്ല. ഇപ്പോഴും അവിടുത്തെ സിംഗേഴ്സിന്റെ ഇടയിൽ ഈ നോറയ്ക്കുണ്ടായ അനുഭവം ഒരു പേടി സ്വപ്നമായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം നോറ പാടുന്നതേ നിർത്തി. നോറയ്ക്ക് അത് തോന്നിയതല്ലെന്ന് 100% ഉറപ്പായിരുന്നു. നോറ മാത്രമല്ല, നോറയുടെ ഗ്രൂപ്പ് മുഴുവൻ ഈ ഒരു സംഭവത്തിന് വിറ്റ്നസ് ആയിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ഒരു കൊട്ടാരം ഇല്ലാത്ത സ്ഥിതിക്ക് പോലീസിന് ഇതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോറ ലൈബ്രറിയിൽ പോയിട്ട് ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കുമായിരുന്നു. അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചും അവിടെ എന്തെങ്കിലും ഉള്ളതിനെ കുറിച്ചും അതൊക്കെ. അങ്ങനെ പരിശോധിച്ചപ്പോ നോറ വല്ലാണ്ട് ഷോക്കായി പോയി. കാരണം 1987 വരെ ആ മരുഭൂമിയിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു എന്നും ആ കൊട്ടാരം പിന്നെ നശിച്ചു പോയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു നിരത്തിയതാണെന്നും ആ ഒരു ലേഖനത്തിൽ ഉണ്ടായിരുന്നു. നോറ പോയത് 1997 ആ കൊട്ടാരം ഇല്ലാതായിട്ട് 10 വർഷത്തിന് ശേഷം. നോറയ്ക്ക് കോള് വന്ന ആ മനുഷ്യനെ കോണ്ടാക്ട് ചെയ്യാൻ നോറ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആൾക്ക് പൈസ വന്ന ആ ഒരു കൊറിയറിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴും അങ്ങനെ ഒരു കൊറിയറിനെ കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. ശരിക്കും അവിടെ ഒന്നും നടക്കാത്തതുപോലെ എല്ലാം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നോറയ്ക്ക് 35 വയസ്സുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പോഴാണ് നോറ ഈ ഒരു പരിപാടിയെ വേണ്ട, ഇങ്ങനൊരു പാട്ട് പാടാനും നിൽക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ആളുടെ കരിയറിന്റെ ഒരു ടോപ്പ് സമയം കൂടിയായിരുന്നു അത്. പലരും വന്ന് നോറയോട് എന്താ പറ്റി, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നോറ ആളുടെ ഫാമിലിക്ക് വേണ്ടി സമയം മാറ്റിവെക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ നോറേനെ അടുത്തറിയാവുന്നവർക്ക് അറിയായിരുന്നു ഇതൊന്നല്ല കാരണമെന്നും നോറയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും. അങ്ങനെ ഈ കഥ കുവൈറ്റിൽ ഇങ്ങനെ പടർന്നു. ചിലര് പറഞ്ഞു ഇതൊരു പ്രേതകഥയാണ്. ചിലര് പറഞ്ഞു നോറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോ കഥ ഉണ്ടാക്കി പറയാണെന്ന്. പക്ഷെ നോറേനെ അറിയാവുന്നവർക്ക് അറിയായിരുന്നു നോറയ്ക്ക് അറ്റൻഷൻ കിട്ടാൻ, ശ്രദ്ധ കിട്ടാൻ ഈ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ലാന്ന്. കാരണം ഷീസ് ഓൾറെഡി ഫേമസ്. ഈ കഥനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ബൈ. അങ്ങനെ നോറ, ഞാൻ പറഞ്ഞില്ലേ റോണി ക്രേസിയാന്ന്, ആ മനുഷ്യൻ നോറയ്ക്ക് ഓഫർ ചെയ്ത. അങ്ങനെ അടുത്ത 2-3 ആഴ്ച നോറയും അവളുടെ ഗ്രൂപ്പ്, അവള് സോറി, അവിടെ അടിച്ചിട്ടുള്ള ഒരു അത്തറിന്റെ സ്മെല്ലും ഭയങ്കര സ്മെല്ലെന്ന്. എടി പെണ്ണുള്ള ആണെന്ന് തോന്നില്ല. ഇന്നാണ് ഇടിച്ചിട്ടുണ്ടല്ലോ പൊത്തെ പൊടി. അപ്പൊ നോറയ്ക്ക് മനസ്സിലായി തനിക്ക് ആരാ നീ? അപ്പൊ നോറയ്ക്ക് മനസ്സിലായി ആൾ, what is that?